കേരള ഓൺലൈൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് യൂത്ത് ഐക്കണിന്റെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. സരിതയെക്കുറിച്ചുള്ള പുതിയ വിവാദങ്ങളെപ്പറ്റി എ പി അബ്ദുള്ളക്കുട്ടി MLA ഈ ലക്കത്തിൽ പ്രതികരിക്കുന്നു. പുതിയ ലക്കത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. നമസ്കാരം ശ്രീ അബ്ദുള്ളക്കുട്ടി. നമസ്കാരം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന ഒരു യുവ നേതാവ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, ഏറെ വിശേഷങ്ങളും അതിലുപരി വിവാദങ്ങളും ഒക്കെയായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അബ്ദുള്ളക്കുട്ടി ഒരു കാലഘട്ടത്തിൽ അത്ഭുതക്കുട്ടിയായി CPM-മാര് വിശേഷിപ്പിച്ചു. അതിനുശേഷം താങ്കൾ 2009 കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസിലേക്ക് വന്നതിനെ കുറിച്ച് ഇപ്പോൾ എന്തു തോന്നുന്നു താങ്കൾക്ക്? ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കോൺഗ്രസിൽ വന്നപ്പോൾ ഉള്ളു തുറന്ന് ചിന്തിക്കാനും ഉള്ളു തുറന്ന് ചിരിക്കാനും സാധിക്കും. CPM-ന്റെ വേദിക്കെട്ടില്ല. ബഹുമാനപ്പെട്ട ശശി തരൂർ എന്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ പറഞ്ഞത് അബ്ദുള്ളക്കുട്ടിയുടെ മാറ്റം ഐഡിയോളജിയിൽ നിന്ന് ഐഡിയലിസത്തിലേക്കുള്ള മാറ്റം. സത്യത്തിൽ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂട്ടാണ്. ഐഡിയലിസം എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു തലമാണ് കോൺഗ്രസിലുണ്ട്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം, ഈ ജനാധിപത്യവും ഈ പത്രസ്വാതന്ത്ര്യമൊക്കെ നിലനിൽക്കണം. കോൺഗ്രസ് ഇന്ത്യയിൽ വേണം. കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പം കോൺഗ്രസിൽ വന്നപ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കാനും ചിരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ ഉള്ളവരെ പോലുള്ള നേതാക്കളുടെ ക്ലാസുകൾ, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടി പ്രത്യയശാസ്ത്ര ക്ലാസുകൾ, പിന്നെ അല്ലെങ്കിൽ ഈ വികസനത്തിനെതിരായ വരട്ട് തത്വവാദം, ഇതൊക്കെയാണ് താങ്കളെ CPM-ൽ നിന്ന് പഠിപ്പിച്ച ഘടകം. അത് മാത്രമാണോ? ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ ഘടകങ്ങളുണ്ട്. CPM-ന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയോളജി, CPM-ന്റെ വികസന വിരുദ്ധമായി വിശ്വാസത്തിനെതിരായിട്ടുള്ള നിലപാട്. ഏറ്റവും അവസാനം എനിക്ക് പറയാൻ പറ്റും, ചന്ദ്രശേഖരന്റെ കൊലപാതകം അക്രമ രാഷ്ട്രീയത്തിലുള്ള CPM നേതാവ് ചന്ദ്രശേഖരൻ, ഫസൽ, അതുപോലെ തന്നെ ഷുക്കൂർ. ഇത് മാത്രമല്ല, ഒരു 3 പതിറ്റാണ്ടിന്റെ കണ്ണൂരിൽ 300 ആളുകൾ മരിച്ചുകൊണ്ടിട്ടുണ്ട്. മഹാഭൂരിപക്ഷം പാവങ്ങളാണ്. നിങ്ങളറിയോ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ വായു അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി ഗ്രാമങ്ങളിൽ മണ്ണിനും പെണ്ണിനും വിലയില്ലാത്ത അവസ്ഥയാണ്. അതായത് വര നിറഞ്ഞ് നിൽക്കുന്ന പങ്കന്മാർക്ക് നല്ല പുതിയാപ്പണ്ണ കിട്ടില്ല. എന്നെ അവർ പറയുന്ന കാരണം, ബോംബുണ്ടാക്കൽ കൃഷിയും ആൾക്കൊല്ലൽ വ്യവസായമാക്കിയിട്ട് നാട്ടിൽ ആര് പേരുടെ പെണ്ണിട്ട എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ച് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ കണ്ണൂരിലെ CPM-ന്റെ അക്രമ രാഷ്ട്രീയം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെ വലിയ വേദനിപ്പിച്ചു. തീർച്ചയായും ഇപ്പം കണ്ണൂര് നമുക്ക് വിഭജിച്ചാല് എനിക്ക് തോന്നുന്നത് തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ മേഖലയിലെ ലീഡർഷിപ്പും ഇങ്ങോട്ടുള്ള ലീഡർഷിപ്പും രണ്ടും രണ്ടാണ്. ഇപ്പം ഗോവിന്ദൻ മാഷും ടി ഗോവിന്ദൻ അടിമുടി കതർ ധരിക്കുന്ന ആളായിരുന്നു. അവരൊന്നും അത്ര വലിയ അക്രമ രാഷ്ട്രീയം. ഇപ്പം ജയരാജന്മാര് ഒരു ആ ലൈനിലാണ്. ഇപ്പം പിണറായി വിജയന്റെ ഒരു മനസ്സാണ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ ഇത്രയും വലിയ. ഇപ്പം ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നു. അപ്പം CPM വിടാനുള്ള കാരണം ഈ അക്രമ രാഷ്ട്രീയത്തിനുള്ള പ്രതിഷേധത്തിൽ ഞാൻ പറഞ്ഞു. ഏതായാലും ചന്ദ്രശേഖരന്റെ കാര്യം ഞാൻ അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയും. ഇപ്പൊ ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞപ്പോൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെല്ലാം അതിന് ശക്തമായി വിചാരണ ചെയ്തു. ഇനിയൊരു കൊലപാതകം നടക്കരുത് എന്ന് പ്രാർത്ഥനയായിരുന്നു പത്രപ്രവർത്തകരുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിലപാടുകൾ. പക്ഷെ CPM നിങ്ങളറിയോ, ചന്ദ്രശേഖരന്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് കുഞ്ഞനന്ദന്റെ പാനൂർ ഏരിയ കമ്മിറ്റി ഒരു ക്യാമ്പയിൻ നടത്തി. സഖാവ് പുരുഷോത്തമൻ പുനർനിർമ്മാണം. ആരാ പുരുഷോത്തമൻ? പന്നിന്നൂർ ചന്ദ്രനെ കൊന്ന കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 8ാം ബ്ലോക്കിൽ കിടക്കുന്ന പുള്ളിയാണ്. അദ്ദേഹത്തിന് ഒരു റെസീറ്റ് അടിച്ച് നാട്ടിൽ നിന്ന് പൈസ വെച്ച് 10-20 ലക്ഷം പാർട്ടി കൊടുക്കും.
ചന്ദ്രശേഖരന്റെ കൊലപാതകങ്ങൾക്ക് CBI അന്വേഷിക്കുമ്പോൾ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം എവിടെയായിരിക്കും ഞാൻ ഉറപ്പിച്ചു പറയുന്നു അന്തേര സുരയുടെ മോളെ കല്യാണമായിരിക്കും. അതായത് ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് 1 മാസം മുമ്പാണ് അന്തേര സുരയുടെ മകളുടെ കല്യാണം. ആ കല്യാണത്തിന് കണ്ണൂരിലെ CPM ജില്ലാ കമ്മിറ്റി തിരിച്ചിട്ട് ഒരു കിഴിയായിട്ടാണ് പോയത്. PV മെമ്പർ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വം 10-12 ലക്ഷം രൂപ. നാദാപുരത്തെ ജനങ്ങൾ പറയുന്നത് നല്ല ഗൾഫുകാരന്റെ മോളെ കല്യാണം പോലും ഇത്ര നന്നായി നടന്നിട്ടില്ല. അപ്പം ആരാണ് അന്തേര സുര കൊലപ്പെടുത്തിയത്? 19 വയസ്സുള്ള ഒരു പ്രായം ചെന്ന ആചാര്യൻ നാദാപുരത്തെ സംഘർഷം. അപ്പം ഇത് ഈ വീട് നിർമ്മാണവും ഈ വിവാഹവും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ലോകത്തിന് നൽകുന്ന സന്ദേശം ചെറുപ്പക്കാരെ വരും, നിങ്ങൾ കൊടിസുനിയുടെ കൊട്ടേഷൻ സംഘത്തിൽ ചെയ്തു കൊന്നിട്ട് ജയിലിൽ പോയിക്കോ, നിങ്ങളെ കെട്ടിയോടും കുട്ടിയോടും നമ്മൾ നോക്കണം. എന്ത് പാർട്ടിയാണ്? താങ്കൾ പിന്നെ ഈ CPMന്റെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ഏറ്റവും സമീപകാലത്തെ വീക്ഷണം പത്രത്തിൽ ഒരു ലേഖനം എഴുതി. അതേക്കുറിച്ചുള്ള അതേ നിലപാടിൽ തന്നെയാണോ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? CPM അതിനെ നിഷേധിച്ചു. പിണറായി വിജയൻ പറഞ്ഞു അയാൾക്ക് മറുപടിയില്ല എന്ന് പറയുന്നു. എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? ഇത്തരം ആലോചനകളൊന്നും നടത്തുമ്പോൾ നമ്മൾ ഇയാളെ കൂട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം ആലോചന നടത്തുമ്പോൾ നമ്മൾ ഇയാളെ കൂട്ടലില്ല, ഇയാളായിരുന്നു ഒരു മകില്ല. എനിക്ക് വളരെ സന്തോഷമായി. ഇവിടുത്തെ അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലൻ നമ്മൾ അതിന്റെ ആളല്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ ലേഖനം വന്നപ്പോൾ വായിച്ചപ്പോൾ പലരും എന്നോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരെല്ലാം ഒരാഴ്ച കഴിഞ്ഞ് ബംഗാളിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് പറഞ്ഞു ഇതേ പ്രശാന്ത് ഘോഷിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ചും ഉള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഒരു ഗ്രാമത്തില് 19 ആളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഉണ്ടാക്കിയ ഇഷ്യൂവിനെ പ്രതിയാണ്. എന്റെ ലേഖനത്തിലും ഇയാള് വെടിവെച്ച് കൊല്ലത് മാത്രമല്ല, ഇയാൾ ആളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് ഉപ്പിട്ട് മൂടി എല്ല് പോയിട്ട് പിന്നെ മുടി പോലും ബാക്കിയാവാത്ത. ഇതാണ് CPMന്റെ മനസ്സിലിരിപ്പ്. പിണറായി വിജയനെ പറ്റി ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. സതീദേവി അത് ചോദിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സതീദേവി ഉന്നയിച്ചത്? ഈ കണ്ണൂരിലെ ഈ ബാർബറിയനിസം ഉണ്ടല്ലോ, കഴുത്തകത്ത് കാലും കയ്യും വെട്ടി മുറുക്കി ആളെ കൊല്ലുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് സതീദേവി പറഞ്ഞപ്പോ പിണറായി വിജയൻ പറയുന്നു ബംഗാളിലായി കണ്ടുപിടിക്കും. അപ്പൊ അവിടെ എന്താ, ആളെ തട്ടിക്കൊണ്ടുപോകുക, കുഴിച്ചുകൂടുക, ഉപ്പും കൂട്ടി കുഴിച്ചുകൂടുക, ചിത്രം ഉണ്ടാവില്ല, ചോര ഉണ്ടാവില്ല, വാർത്ത ഉണ്ടാവില്ല. ഇതാണ് ബംഗാളിലെ. ഇത് ബുദ്ധദേവ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ബംഗാളിൽ പോയി അന്വേഷിക്കാം. സ്വതന്ത്രമായ ജേർണലിസത്തിന്റെ കാലമാണ്. അപ്പൊ ഇന്ന് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ജനങ്ങളിൽ നിന്നോട്ട് അക്രമ രാഷ്ട്രീയമാണ്. അതേ സ്ഥിതി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തില് ഈ കൊട്ടേഷൻ സംഘത്തിന് വേണ്ടി ഇപ്പൊ എന്താ ഏറ്റവും അവസാനത്തെ സ്ഥിതി നിങ്ങളറിയാം? കൊടിസുനിയും കിർമാണിയും ഒക്കെ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾ TV കണ്ടിരിക്കുക, എന്നാൽ അലക്കി തേച്ച വസ്ത്രം ധരിച്ച CPM അവരുടെ ഷർട്ടും മുണ്ടും മാത്രമല്ല ഈ കൊടിസുനിമാരുടെ അടിവസ്ത്രം വരെ അലക്കി കൊണ്ടു കൊടുക്കുന്ന പാർട്ടിയാണ്. എത്ര ദയനീയമാണ് ഒരു പാർട്ടിക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളെ ചാനലിലൂടെ വ്യക്തമാക്കാൻ ഒരു പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീകരമാകുന്നത് തെളിവെന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി 15 കൊല്ലത്തിനിടയിൽ 5 തവണ അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി സ്ഥാനത്തിന്റെ ആദ്യത്തെ ദിവസത്തെ പാർട്ടി പ്രവർത്തനം ഒന്ന് നിങ്ങൾ ജേർണലിസ്റ്റുകളിൽ നിന്ന് പഠിക്കേണ്ടത് കൗതുകരമായി. എല്ലാ ദിവസവും 5 തവണ അദ്ദേഹം ആദ്യം ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിട്ട് തടവുകളിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചു. നേരെ പിണറായി വരും, കുളിച്ച് കുപ്പാടും കണ്ണൂർ സെൻട്രൽ ജയിലും. ദേശാഭിമാനിയുടെ പഴയ കാലുകൾ നോക്കിയാൽ പിണറായി ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്ന അടിക്കുറിക്കായി പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തവര്? പഴയ KPR കടന്ന ജയിലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിരീട വിറപ്പിച്ചിട്ട് മഹാത്മാഗാന്ധി ഇടപെട്ടിട്ട് ഇറക്കിക്കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ളവരെ ജയിലിൽ പോയി കാണുന്ന ഒരു രീതി അഭിമാനകരമായിരുന്നു നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. CPM നേതാക്കൾ ക്രിമിനലുകളെ പോയി ജയിലിൽ പോയി കാണുന്നു. ഇത് കൊടും ക്രിമിനലുകളാണ് ഇവിടെ കിടക്കുന്നതെല്ലാം. ഇത് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഒരു അടിമത്തത്തിനെതിരായിട്ടുള്ള സമരമല്ല. ഇത് അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വാദമാകുന്ന ഒരു കാലത്തിനു വേണ്ടി പോരാട്ടമല്ല. നഗ്നമായ
കൊലപാതകത്തിന്റെ ആക്രമത്തിന്റെ ഇരകളാണ്, പിന്നെ പ്രതികളായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അവരെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിയത് പെൺഡ്രൈവ് ആദ്യം കൊണ്ടത് അഴീക്കോടിന്റെ കുഴിമാടത്തിലുള്ള പുഷ്പാർച്ചന, കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കുഴിമാടത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ കൊണ്ടത്, AKG കുഴിമാടത്തിലല്ലേ കൊണ്ടത്. അതായിരുന്നെങ്കിൽ വളരെ ഏതുപോലെ പഴയ ബഹുമാനപ്പെട്ട കരുണാകരൻ, മഹാനായ കരുണാകരൻ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുക ഗുരുവായൂരൊക്കെ പോയി കൃഷ്ണ കണ്ടു തോന്നുവരും. അതുപോലെ പെൺഡ്രൈവ് കൊടിസുനിയെ തൊഴുതിറങ്ങുന്ന കാഴ്ചയാണ് എന്റെ ഈ കുഞ്ഞി കണ്ണുകൊണ്ട് 5 തവണയും കണ്ടത്. ഈ മാനസികാവസ്ഥയാണ് കണ്ണൂരിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം. ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാതെ കണ്ണൂരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല കണ്ണൂരാണ്. വികസനം വരണം എന്ത് വേണം? സമാധാനം ഉണ്ടാകും. സമാധാനം ഉണ്ടെങ്കിൽ വികസനം ഉണ്ടെങ്കിൽ ഐശ്വര്യമുണ്ടാകും. 5 കൊല്ലം കേരളം ഭരിച്ചത് അച്യുതാനന്ദനല്ല, കോടിയേരിയും പിണറായി വിജയനാണ്. കണ്ണൂർ ലോബിയ ഭരിച്ചത്. പറഞ്ഞു വന്നത് കണ്ണൂരിലെ വികസനത്തെ കുറിച്ചൊന്നും അവർക്കൊരു ചിന്തയില്ല. അവർക്കെന്താ, ഇപ്പൊ 4 കോടി രൂപയാണ് കൊടിസുനിക്ക് വേണ്ടി കേസ് നടത്താൻ ചെലവാക്കിയത്. ഇനിയിപ്പം ഹൈക്കോടതി അപ്പീല്, സുപ്രീം കോടതി അപ്പീല് എല്ലാം കൂടി ഇനിയും വേണം ഒരു 4 കോടി. പാവപ്പെട്ടവന്റെ പൈസ എടുത്തിട്ട് ഈ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കി. CPM ഫണ്ട് പിരിക്കുന്നത് ക്രിമിനലുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. തീർച്ചയായും അവരെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. പേടിയാണ്. കാരണം CBI വന്നിട്ട് ഈ കൊടിസുനിക്കൊന്നും ഇതുവരെ നമ്മളെ പോലീസിൽ നിന്ന് അടി കിട്ടിയില്ല. ഒന്ന് ചെറുങ്ങനെ നുള്ളി നോവിച്ചപ്പം തന്നെ ഇവന്മാരെല്ലാം പറയാൻ തുടങ്ങി. ഇപ്പൊ എന്താ പറയുന്നത് വെച്ചാല്, പോയ MLA-മാരോട് പറഞ്ഞത് ഞാൻ കേട്ടത്, മക്കളെ നമ്മളെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അടി കൊണ്ടാല്, നമുക്ക് നൊന്താല് ഇതിന്റെ നേതാവിന്റെ ഒക്കെ പേര് പറയും, ഓനൊക്കെ നമ്മളെ കൂടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ജയരാജന്മാരൊക്കെ നമ്മളെ കൂടെ കിടക്കേണ്ടി വരും, പിണറായി നമ്മളെ കൂടെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്മൾ നോക്കിക്കോളണം എന്ന് പറഞ്ഞു. ഈ TP കേസ് പിന്നെ CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ താങ്കളുടെ അഭിപ്രായത്തിൽ ശരിക്കും ആരാണ് ഭയപ്പെടേണ്ടത്? ഈ കൊടിസുനിയാണോ, അല്ല അതിന്റെ മുകളിൽ വല്ല നേതാക്കളും? ഇവരെ ഇരകളാണ്, ഇവർ കൂലിക്കൊലയാളികളാണ്. ഇവരെ CPM എന്ന് വെച്ചാല് മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിക്കെടുത്ത ഒരു സംഘടിത പ്രസ്ഥാനമാണ്. ഒരു ഇല അനങ്ങണമെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയണം. പാർട്ടി സെക്രട്ടറി പറഞ്ഞു തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 2 ജില്ലയിൽ കുഞ്ഞനന്ദനും അല്ലെങ്കിൽ മോഹനും ഒക്കെ ആലോചിച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ, മോഹൻ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവര് സമഗ്രമായ അന്വേഷണത്തിൽ ഇതിന് നേതൃത്വം ഇതിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. രമയുടെ പോരാട്ടത്തിന് ഫലം കാണും. ചന്ദ്രശേഖര കൊലപാതകത്തിലെ ഈ വൻസ്രാവുകൾ നിയമത്തിന്റെ മുമ്പിൽ കയ്യും കെട്ടിച്ചു. ആരാണ് താങ്കൾ പറയുന്ന ആ വൻസ്രാവ്? വൻസ്രാവ് എന്ന് പറയുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, P. ജയരാജനെ പോലുള്ള ഒരാള് കുഞ്ഞനന്ദനും മാത്രം ആലോചിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കൊലപാതകം നടക്കി. പിണറായി വിജയന്റെ സമ്മതനാണ്. അഭിനന്ദ് പറഞ്ഞു പിണറായി വിജയൻ തന്നെയാണ് എന്റെ അച്ഛനില്ലാണ്ടാക്കിയത്. അത് സത്യസന്ധമായി അന്വേഷിച്ചാൽ അതിലേക്ക് എത്തും. താങ്കൾ ഇത്തരത്തിലൊരു ആരോപണം പിണറായിക്കെതിരെ ഉന്നയിക്കുമ്പോൾ താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മുൻകാല അനുഭവം ഉണ്ടോ എന്നാണ്? എല്ലാം ഒഞ്ചിയത്ത് പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളുടെ കേസറ്റ് മാത്രം കേട്ടാൽ മതി. പക്ഷേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് പിണറായി. താങ്കൾ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് 2-3 ദിവസമായിട്ട് എന്താ പറയാ, ഏറെ മാനസിക വിഷമത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം പൂർണ്ണമായി മാനസിക വിഷമത്തിലാണ്. സരിത എന്ന് പറയുന്ന സോളാർ കേസിലെ ഒരു പ്രതി താങ്കൾക്കെതിരെ ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. താങ്കൾ ആദ്യം പ്രതികരിച്ചത് ഒരുപക്ഷെ കേരള ഓൺലൈൻ ന്യൂസിനോട് തന്നെയാണ്. ഞാനന്ന് വിളിച്ചപ്പോൾ കേരള ഓൺലൈൻ ന്യൂസിനാണ്. പക്ഷെ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ ഇപ്പോഴും ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അതായത് ആദ്യം എനിക്ക് പറയാനുള്ളത്, സരിതയെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഏത് അന്വേഷണവും നടത്താം. സരിത തന്നെ പറഞ്ഞ എനിക്ക് തെളിവുണ്ട്, അവർക്ക് ഹാജരാക്കാം. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. പിന്നെ അവര് തന്നെ പറയുന്നത് അബ്ദുള്ളക്കുട്ടിന്റെ SMS ഉണ്ട് എന്ന് വിളിച്ചു. ആദ്യം നമുക്ക് വിളിച്ചതിനെ കുറിച്ച് നോക്കാം. സരിത വിവാദം വന്നപ്പോൾ എല്ലാ ചാനലുകളും വിളിച്ചവരുടെ കോൾ ലിസ്റ്റ് മീഡിയ തന്നെ പുറത്തു കൊണ്ടിറങ്ങി. അന്ന് അത് അലക്കിയിരുന്നു. ആ സമയത്ത് എന്റെ പേര് ഇവിടെ വന്നിട്ടില്ല. ഇപ്പം പറയുന്ന SMS ആണ്. ഇനി SMS ആണോ വിളിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ കഥാപാത്രാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇനി വിളിച്ചാലും SMS അയച്ചാലും, ഇപ്പൊ SMS എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഹൈടെക് ഫോണാണ്. ഇപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് എന്നെ വിളിച്ചിട്ട്
ഫോണ് ഞാൻ എടുക്കുന്ന മീറ്റിംഗിലാണെങ്കിൽ ഒരു ബട്ടൺ അമർത്തിയാൽ കോൾ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഓട്ടോമാറ്റിക്കലായി പോകുന്ന ഫോണാണ്. അപ്പൊ അങ്ങനെ മെസ്സേജ് ഉണ്ടാവാം, വിളിച്ചിരിക്കാം. പക്ഷേ നിരന്തരമായി വിളിച്ച ലിസ്റ്റിൽ നിന്നും ഒരു മീറ്റിംഗ് എന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇവൻ എന്റെ പേര് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആളുകൾ അവരെ ഞാൻ വിഷമിപ്പിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നത്, അതിനു മുമ്പ് ഞാൻ ഒരു സംഗതി കൂടി പറയും. ഇപ്പം MLA-മാരെ ആരെല്ലാം വിളിക്കും? ആത്മീയ ആചാര്യൻ മുതൽ ആത്മീയരെ വിളിക്കും, വലിയ വ്യവസായ പ്രമുഖം മുതൽ തെരുവ് വേശികൾ വരെ വിളിക്കും. ആർക്കും ഒരു MLA-നെ വിളിക്കാം, MLA അങ്ങോട്ട് വിളിക്കാം. വിളിച്ചത് ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത് എന്റെ പേര് ആ സമയത്തൊന്നും വന്നിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല. കണ്ണൂർ തന്നെ 1 ഡസനിലധികം ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളെ കേസും അന്വേഷിക്കാൻ പോലും ഞാൻ അങ്ങോട്ട് അവരെ ബന്ധപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോളാർ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരാൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരാൾ ബിസിനസ് നടത്തുന്നുണ്ട്. ആദ്യം എൻ്റെ അടുത്ത് വരുവായിരുന്നു, അവര് ജെനുവിൻ ആണെങ്കിൽ. ഉദാഹരണത്തിന് MLA ഫണ്ടിൽ, MP ഫണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്റെ ഗ്രാമം നാഗാത്ത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് 17 സ്ഥാപിച്ചാണ് ഞാൻ. MP ഫണ്ടിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് അല്ല, MLA ഫണ്ടിൽ ഇപ്പോഴും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും വലിയ നല്ല പ്രകാശമുള്ളതല്ലെങ്കിലും അതിന്റെ ഒരു ക്യാമ്പയിന് വേണ്ടി നടത്തുന്നതാണ്. പക്ഷെ എന്നിട്ടും ഈ സരിത സോളാർ ബിസിനസ് ലൈറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ എൻ്റെ പുതിയ പുസ്തകത്തിൽ സോളാർ അവർ നാണം കെടുത്തിയത് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേഖനം എഴുതി. അതിൽ പ്രബീഷ് തോമസ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആലുവക്കാരനാണ്. ഇന്ത്യയിലെ ലോകത്തിലെ 1 ഡസനിലധികം രാജ്യങ്ങളിൽ സോളാർ ബിസിനസ് നടത്തുന്ന ദുബായിലെ ഒരു വലിയ ഒരാളാണ്. ആ പ്രബീഷ് തോമസിന്റെ ദുബായിലെ റിലയൻസിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം എന്നെ കേന്ദ്ര മന്ത്രിക്കൊപ്പം ഫറൂഖ് അബ്ദുള്ളക്കൊപ്പം അതിന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് സോളാർ ഇൻഡസ്ട്രിയായിട്ട് ഇങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട്, എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സരിതയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സത്യസന്ധത. വിളിച്ചിട്ടുണ്ടാവാം അല്ല, ഞാൻ പറഞ്ഞല്ലോ വിളിച്ചിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എത്ര ആളുകൾ നമ്മൾ വിളിക്കും, നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പൊ അതല്ല പ്രശ്നം. ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് പിന്നെ സരിത എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അത്ര ബഹുമാനം എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ സരിത എന്നെ ബഹുമാനിക്കുന്നാണ് തോന്നുന്നത്. കാരണം എന്റെ പേര് പറഞ്ഞാൽ പേര് പറഞ്ഞാൽ തന്നെ കാശ് കൊടുക്കും. കാരണം അത്രമാത്രം ശത്രുത എനിക്ക്. അപ്പൊ ആ ശത്രുക്കൾ ചിലപ്പോൾ കാശ് കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ വെച്ചായിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏത് അന്വേഷണം നടത്തട്ടെ, പിന്നെ ഞാൻ വലിയ മാനസിക വിഷമത്തിലാണ്. നിങ്ങളറിയോ, ഈ വാർത്ത വന്നെന്ന് എന്റെ മകള് കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കാൻ, അവിടെ ഒരു ഫോറിൻ ലാംഗ്വേജ് 4ാം ക്ലാസ് പഠിക്കുന്നുള്ളതാണ് ജർമ്മൻ ലാംഗ്വേജിൽ ജർമ്മൻ സെന്ററിൽ ട്യൂഷൻ വന്നാണ്. അന്ന് ജർമ്മൻ സെന്ററിലെ ട്യൂഷൻ സെന്ററിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു ഞാൻ എന്തായാലും പോകില്ല. ആളുകൾ ചരിത്രത്തിന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്. നമ്മുടെ കുടുംബത്തിലും മറ്റുണ്ടാക്കുന്ന സംഘടിച്ചതല്ല. സരിത പറഞ്ഞൊക്കെ മക്കളുണ്ടാക്കുന്ന കുടുംബം. സരിത മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലും കണ്ട് കാണാത്ത എന്നെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കുടുംബവും ഒക്കെ അവരൊക്കെ വിഷം, അവരൊക്കെ എന്റെ പ്രാർത്ഥന, എന്റെ ഉമ്മയും എന്റെ ഉപ്പയൊന്നും സരിതനെ ശ്രമിക്കരുത്, എന്റെ മക്കള് സരിതനെ ശ്രമിക്കരുത്. അവരെന്തിനാണ് ഈ പറഞ്ഞത് എനിക്കറിഞ്ഞില്ല. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് വളരെ ക്രൂരമായിപ്പോയി, പാവായിപ്പോയി. സത്യത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു ദ്രോഹം ചെയ്യാത്തവരാണ്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞില്ല. ഇത് കിലവേശലാണെന്ന് മാധ്യമങ്ങൾ പറയുന്നത്, കോൺലിസ്റ്റുള്ള ആണെന്ന് കാശ് വാങ്ങാനെന്ന് പറയുന്നത് എനിക്കറിഞ്ഞില്ല എന്താണ്. പക്ഷെ എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ഒരു ആലോചനയിൽ കഴിവായിട്ടുണ്ടോ ആ സ്ത്രീ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. സരിത കാശ് വാങ്ങിയിട്ടാണ് താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവുക? അല്ല, ഇത് സംബന്ധിച്ച് അധികാരികൾ അന്വേഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ എന്റെ വേദന പറയുന്നത്. താങ്കൾക്കെതിരെ സരിത കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അമ്പലപ്പുഴ. അപ്പൊ എന്നോട് ഫേസ്ബുക്കിലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നത് എന്താണ് നിയമ നടപടികൾ. അവർക്ക് എന്നെ പറ്റി അറിഞ്ഞൂടാ. ഞാൻ കേസ് കൊടുക്കേണ്ടായിരിക്കാം. ആദ്യ കേസൊക്കെ സരിതക്കെതിരായിട്ടല്ല. ആദ്യം ഞാൻ കേസ് കൊടുക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരായിട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു ചാനലിന്റെ കൈരളിട്ട് കഴിഞ്ഞ ഞാൻ രാഷ്ട്രീയം മാറിയതിനു ശേഷം 6 വർഷങ്ങൾക്കിടയിൽ എനിക്കെതിരെ ഒരു 60 തവണ ഞാൻ ജസീറിന്റെ കാര്യത്തിന് വിളിച്ചു നടത്തി. എന്റെ ഏറ്റവും അവസാനം പിന്നെ എന്റെ ഒരു ശബ്ദരേഖ എനിക്കൊന്ന് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ഞാൻ കേസ് കൊടുക്കണം. പൊന്മുടിയിൽ ഞാനൊരു പെണ്ണിനെയും കൂട്ടി പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ കരയിപ്പിച്ച വാർത്ത കൊടുത്തവരാണ്. ഞാൻ കേസ് കൊടുക്കണം.
എനിക്കൊരു വല്യപ്പുണ്ടായിരുന്നു, വ്യവഹാരം നടത്തി കുറഞ്ഞവരാണ്, സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. അതുപോലെ ഈ എല്ലാ ദിവസവും ദേശാഭിമാനി കൈകളിൽ അപമാനങ്ങളുടെ ഒരുപക്ഷെ അപവാദങ്ങളുടെ നട്ടാമുളക്കാത്ത നുണകൾ നിരന്തരമായി എനിക്ക് ഇതിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ എത്ര കേസാ കൊടുക്കുക? അതാണ് ഈ നിയമ നടപടി. എനിക്ക് അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ സാഹിത്യത്തിൽ കേസ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരേ നിലവാരമുള്ള ആളായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നത്. ഇനിയിപ്പം കേസ് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇതാണ് ഞാൻ പറയാനുള്ളത്, എത്ര കേസ് ഞാൻ കൊടുക്കേണ്ടി വരും? ഞാൻ ജോൺ ബ്രിട്ടാസിനെതിരെ എത്ര കേസ് കൊടുക്കേണ്ടി വരും? മൺമോട്ടിക്ക് എത്ര കേസ് കൊടുക്കേണ്ടി വരും? യഥാർത്ഥത്തിൽ എന്റെ വല്യപ്പാന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം ശ്രീ അബ്ദുള്ളക്കുട്ടി, താങ്കൾ പറഞ്ഞു വികസനത്തിന് വേണ്ടി ഏറെ ശബ്ദിക്കുന്ന ഒരാളാണ് അബ്ദുള്ളക്കുട്ടി. ഒരുപക്ഷെ ഇപ്പം എന്താ പറയാ, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ താങ്കളുടെ പേരിൽ വരുന്നതും ഒരുപക്ഷെ താങ്കൾ വികസനത്തിന്റെ പേരിൽ ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിലാണ്. BOT കരാറ്, അതുപോലെ പിന്നെ മറ്റ് ദേശീയപാത വികസനം, ഇതിനൊക്കെ അനുകൂലിച്ചുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി സംസാരിക്കുന്നത്. താങ്കളുടെ ഈ വികസന നയത്തെ ചിലർ എതിർക്കുമ്പോൾ താങ്കൾക്ക് അതിൽ മനോവിഷമുണ്ടോ? എന്താ ടോൾ എന്ന് പറയുന്നത്? എന്താ ടാക്സ് എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ടോളും ടാക്സും ഇല്ലാണ്ട് ഭരിക്കാൻ പറ്റും? ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു, ഗ്യാസ് സിലിണ്ടറിന്റെ പ്രതിസന്ധി വന്നപ്പോൾ എന്റെ കയ്യിൽ പണം കായ്ക്കുന്ന മാരവിലാണ്. ഇപ്പൊ ടോള് വിരിക്കാണ്ട് ഭരിക്കാൻ പറ്റും? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നാട്ടിലെ വികസനം, ടോള്, ടാക്സ് ഇതിനെല്ലാം എതിരായിട്ട് ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും ഇടതുപക്ഷക്കാർ മാത്രമല്ല, ഇപ്പൊ അടുത്ത VM സുധീരൻ KPCC പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു BOT ചുങ്കപ്പാത ഒക്കെ ജനങ്ങൾക്കെതിരാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഇതിനെതിരായിട്ട് ഉള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിന്റെ സ്രോതസ്സുകൾ ഒന്നുകിൽ ടാക്സ് ആണ്, ടോളാണ്. ഇപ്പൊ എവിടെ നിന്നാണ് നമ്മൾ കാശ് പിടിക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ നാട്ടില് സമ്പന്നരിൽ നിന്ന് കാശ് പിടിക്കും, എന്നിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യും. വാഹനം വാങ്ങുന്നവര് സമ്പന്നരല്ലേ? ഞാൻ 2 വീലറിന്റെയോ ഓട്ടോറിക്ഷന്റെയോ അല്ലെങ്കിൽ ഒരു നാനോ കാറിന്റെയോ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിന് മുകളിൽ കാറ് വാങ്ങുന്നവരെല്ലാം നമ്മുടെ നാട്ടില് ആം ആത്മീയാണ്. അവര് ആർഭാട ആത്മീയാന്ന് നമുക്കാണ് പറയുന്നത്. അപ്പം അവര് സമ്പന്നരായിട്ടുള്ള ആത്മീയ. അപ്പം അവര് എടുക്കുന്നതാണ് ടോള് വിരിക്കുന്നത്, അവരെടുക്കുന്ന ടാക്സ് വിരിക്കുന്നത്. ഇപ്പം ടാക്സിനെ കുറിച്ചും ടോളിനെ കുറിച്ചും നമ്മുടെ മനോഭാവം മാറണം അടിസ്ഥാനപരമായിട്ട്. സത്യത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ടാക്സിനോടുള്ള ഒരു എനിക്ക് തോന്നുന്നത് ടോളും ടാക്സും ഒരു ക്യാപിറ്റലിസ്റ്റ് കൺസെപ്റ്റ് അല്ല, ഒരു ഇന്ത്യൻ മൂല്യബോധമാണ്, ഒരു ഇന്ത്യൻ വികസന നയമാണ്. നമ്മളെന്താ സ്ഥിതി? നമ്മൾ തെരഞ്ഞെടുപ്പിൽ നികുതി കൂട്ടണം, നികുതി കൂട്ടണം, ടോള് കൂട്ടണം എന്നൊന്നും നമ്മൾ ആരും പ്രസംഗിക്കില്ല. പ്രസംഗിച്ച വോട്ട് കിട്ടില്ല നമ്മൾ ധാരണ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് വികസനം നടക്കണമെങ്കിൽ ഗവൺമെന്റിനൊക്കെ വരുമാനം. ശരിക്കും BOT അല്ലെങ്കിൽ ടോള് അതുപോലെയുള്ള കാര്യങ്ങളെ വികസനങ്ങൾ എതിർക്കുന്നവർ ചെയ്യുന്നത്, ചില നേതാക്കളെങ്കിലും അവർ ചെയ്യുന്നത് കാര്യങ്ങൾ പഠിക്കാതെ വിവരമില്ലാതെ എതിർക്കുകയാണ്. അതാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല, രണ്ട് അഭിപ്രായമുണ്ട്. നമ്മുടെ രാജ്യത്ത് വലിയ സമ്പത്തും സാധ്യതയിലുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, നിർത്തി കൊടുക്കാം. അതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ അതിനെ കുറിച്ച് അതെനിക്ക് പറയാം. ഈ എതിർക്കുന്നവര് അതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കണം. തീർച്ചയായും അത് ആരായാലും ശരി, VM സുധീരനായാലും VS അച്യുതാനന്ദനായാലും ശരി, അല്ല അതിനെ കുറിച്ച് ഉള്ള ചിന്തയുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് ആ നിലയിൽ തന്നെയാണ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ, താങ്കൾ കോൺഗ്രസിൽ വന്ന അവസരത്തിൽ ഒരു വിഭാഗം ആൾക്കാർ താങ്കളെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ എതിർപ്പുണ്ടോ എന്ന് അറിയില്ല. താങ്കളെ എതിർക്കുന്നുണ്ട് ചിലര്. പിന്നെ എന്താ പറയുക, ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, താങ്കൾ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയത്, കോൺഗ്രസ് എന്ന ആനപ്പുറത്ത് കയറിയാൽ ആർക്കും ഇവിടെ കണ്ണൂർ മണ്ഡലത്തിൽ വിജയിച്ചു വരാം എന്നായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം തന്നെയാണ് എപ്പോഴും താങ്കൾക്ക് കോൺഗ്രസിലുള്ളത്. ആ എതിരാളികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇല്ലല്ല, ആ പ്രസ്താവന വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അബ്ദുള്ളക്കുട്ടി പ്ലസ് കോൺഗ്രസ് ഈസിക്കൽട്ട് MLA അല്ലെങ്കിൽ MP, ഈ പേര്, ഈ പ്രസക്തിയൊക്കെ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലെങ്കിൽ നമ്മളെല്ലാം ബിഗ് സീറോ. അത് രാഷ്ട്രീയ പ്രസ്ഥാനം ലെഫ്റ്റ് ആയാലും
അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആയാലും. അപ്പം നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്. പി രാമകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ആനപ്പുറത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ നിലയിലെത്തിക്കുന്നത്. അപ്പൊ ഒരു പ്രസ്ഥാനം വളരെ പ്രധാനമാണ്. അപ്പൊ ആ പ്രസ്ഥാനം അത് എക്സോർബായി. ആ പ്രസ്ഥാനം വളരെ പ്രധാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ നിലപാടും വളരെ പ്രധാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ നിലപാടും ആ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ സമയം. അതിന് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു അഭ്യൂഹം പോലെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സംസാരം ഇപ്പോൾ പരക്കുന്നത് അബ്ദുള്ളക്കുട്ടിയും അതുപോലെ അബ്ദുള്ളക്കുട്ടിയുടെ എന്താ പറയാ ഒരു ഗോഡ്ഫാദർ എന്ന കോൺഗ്രസിലെ ഗോഡ്ഫാദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ സുധാകരൻ എംപിയും തമ്മിൽ ഇപ്പൊ ചെറിയൊരു ഉടക്കിലാണ്. അതേക്കുറിച്ചുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഞങ്ങളെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് താങ്കളുടെ. അല്ല, കെ സുധാകരനുമായിട്ട് ഞാൻ ഉടക്കാന്ന് പറയുന്നത് പിന്നെ വാസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല. അതിനുള്ള എന്തെങ്കിലും ഒരു റിയാലിറ്റി, എന്തെങ്കിലും ഒരു കാര്യകാരണം ബന്ധം നിങ്ങളെന്ന് പറയണം. സുധാകരനും ഞാനും ഒന്നിച്ച് കൈകോർത്താണ് കണ്ണൂരിലെ CPM-ന്റെ ആട്രോസിറ്റിക്ക് അവരുടെ അതിക്രമത്തിനെതിരെ ഒന്നിച്ച് പോരാടുകയാണ്. സുധാകരന്റെ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ്. ആ പോരാട്ടത്തിന്റെ നായകൻ സുധാകരൻ. അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ പ്രവർത്തകനായിട്ട് മാത്രമേ കെ സുധാകരൻ ഇപ്പൊ അടുത്തായിട്ട് ചില മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യം എന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കളോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയുകയാണെങ്കിൽ അതുപോലും ത്യജിക്കാൻ താങ്കൾ തയ്യാറാണ് സുധാകരന് വേണ്ടി? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സുധാകരൻ ലോക്സഭാ സ്ഥാനാർത്ഥിയാവും തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ ഹൈക്കമാൻഡും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി അദ്ദേഹം. അദ്ദേഹം മാത്രമല്ല, ഞാൻ ഇപ്പം രാഷ്ട്രീയത്തിൽ ഏത് പോസ്റ്റില് ഏത് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ആഗ്രഹിക്കണം. അത് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തീരുമാനം എടുക്കുന്നത് കൂട്ടായ ആലോചനയുടെ ഫലമാണ്. ആ ആലോചന പലപ്പോഴും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇതിലും അനുകൂലമായിട്ടൊക്കെ വരും. സുധാകരനായാലും ഞാനായാലും പാർട്ടി തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പം എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ CPM-നെ തളക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് സുധാകരനാണ്. ഹൈക്കമാൻഡ് സുധാകരനെ തീരുമാനിച്ചെങ്കിൽ തന്നാൽ മതി, നമ്മൾ ജയിപ്പിച്ച് കഴിയുമ്പോഴാണ്. തീർച്ചയായിട്ടും. വേറെ കാര്യം എന്നുള്ളത് താങ്കൾ ഇപ്പോ അടുത്ത് ഏറെ ചാനലുകളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ജസീറ എന്ന് പറയുന്നത്. ജസീറ അതുപോലെ മണൽ മാഫിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജസീറയുടെ പോരാട്ടം മണൽ മാഫിയക്കെതിരാണ് അല്ലെങ്കിൽ മണൽ വാരൽ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ജസീറ പോരാടുന്നത്. അപ്പോ എന്തിനാണ് താങ്കൾ ജസീറയെ എതിർത്തത്? ഞാൻ എതിർത്തത് എന്തിനാണെന്നുള്ളതെല്ലാം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ശരിയാണെന്ന് കാലം അംഗീകരിച്ചിട്ടുണ്ട്. ജസീറ ഇപ്പം സ്വന്തം നാട്ടില് ഒരു സാധാരണ കുടുംബിനെ ജീവിക്കുന്നു. അപ്പം ഞാൻ ജസീറയെ കുറിച്ച് ഒന്നും പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. പക്ഷെ മണലുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ നിങ്ങളുടെ ചാനലുമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജസീറയുടെ സമരം അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതി മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള മണൽ ക്ഷാമം, ഇപ്പോൾ മരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു. മണലെടുക്കുന്നത് കൊണ്ടാണ് പുഴ മരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നത് മണലെടുത്തിട്ടില്ലെങ്കിലും പുഴ മരിക്കും. അങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഭാരതപ്പുഴ ചരിത്രമുറങ്ങുന്ന മാമാങ്കത്തിന്റെയും ചരിത്രത്തിന്റെയും ആ പുഴയുടെ തീരത്തൂടെ ആഗ്രഹിക്കുന്നു. എന്താ ഭാരതപ്പുഴയുടെ സ്ഥിതി? ഭാരതപ്പുഴ ഇങ്ങനെ മൂടി മണ്ഡലമൊന്നും നിറഞ്ഞ് ചില സ്ഥലത്തെല്ലാം തുരുത്തായി കാടായി ചെറിയ നീർച്ചാലുകൾ മാത്രമില്ല. എന്താ യഥാർത്ഥത്തിൽ പുഴ സംഭവിച്ചത്? മണലൊന്ന് മൂടിയിരിക്കുന്നു. നമ്മൾ കടുത്ത നിയന്ത്രണങ്ങൾ വരുത്തുക. അപ്പം മണല് എടുക്കാതിരുന്നാൽ കേരളത്തിലെ 44 നദികളും ഭാരതപ്പുഴ പോലെ ഇങ്ങനെ ഇടിഞ്ഞ് മൂടിപ്പോകുന്നൊരു പേടി എനിക്കുണ്ട്. ഇതൊരു വളരെ ശാസ്ത്രീയമായ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട. എന്റെ ഒരു തോന്നൽ നിങ്ങളോട് പങ്കുവെക്കുക. സത്യത്തിൽ ഇന്ന് കാണുന്ന പുഴകളുടെ രക്ഷകൻ ആരാന്നറിയാം? ഈ കാണുന്ന കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും കാടുകളും. നമ്മള് പുഴയുടെ ശത്രുവാണ് ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നതെങ്കിൽ താങ്കൾ പറയുന്നത് മണൽ വാരാനുള്ളതാണ്. പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടെ. അപ്പം ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം അമിതമായ ഒന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ കുറച്ച് പുഴയെടുക്കണം. 60കളുടെ മധ്യത്തിലാണ് കേരളത്തിൽ കോൺക്രീറ്റ് സജ്ജീവം. ഈ കോൺക്രീറ്റ് വന്നില്ലായിരുന്നെങ്കിൽ
ഈ മണല് കൊണ്ട് പുഴകൾ മൂടിയത്. കണ്ണൂർ കക്കാട് പുഴ മൂടിപ്പോയത് പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്നത്. സത്യം കക്കാട് പുഴയൊക്കെ മണല് വന്ന് കൂടിയിട്ട് മൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പല തോടുകളും ചാലുകളും കേരളത്തിൽ മൂടിപ്പോയിട്ടുണ്ട്, കേരളത്തിന്റെ വികസനത്തിന് ഭാഗം. അപ്പം ഇപ്പൊ പരിസ്ഥിതിവാദികൾ കക്കാട് പുഴയെ പുനരുജ്ജീവിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോയാൽ മണൽ തീരെ എടുക്കാണ്ടെന്നാല് ഭാരതപ്പുഴയും മരിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നല്ല കർക്കിടകത്തിൽ പോലും ഭാരതപ്പുഴയിൽ കടിത്തോണിയിൽ ഇറക്കാൻ പറ്റുന്നില്ല, കടലാസ് തോണിയിൽ ഇറക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം അവിടെ മണൽ വന്ന് കൂടുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് കേരളത്തിലെ പുഴകളെ കുറിച്ച് ഈ ജസീറൊക്കെ പറയുന്ന ഭാഗം മാത്രമല്ല, ജസീറ മാത്രമല്ല ഹരിതേമ്മന്മാര് ഞാൻ പറയുന്നത് ഒരു തുറന്ന പഠനവും ഒരു തുറന്ന ചർച്ചയും നമുക്ക് ആവശ്യമാണ്. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പുഴകള് അമിതമായ മണല് വാരിക്കഴിഞ്ഞാലും നശിച്ചു പോകും, തീരെ മണല് വാരാണ്ടെന്നാലും നശിച്ചു പോകും. ഇതാണ് ഒരു സമവായ അരിവാണ്. രണ്ടാമത്, കേരളത്തിലെ പുഴകളെ സംബന്ധിച്ച് ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ പുഴകളുമായി ഒരു പുതിയ പഠനം നടത്തി കേരളത്തിലെ മണലും കേരളത്തിലെ പുഴകളും തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ പഠനം നടത്തണമെന്നാണ്. ഇതൊന്നും ജസീറക്കുള്ള മറുപടിയല്ല. കേരളത്തിലെ വികസന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലുള്ള എന്റെ ചില തോന്നലുകളാണ്. ഇത് ചിലപ്പോൾ പൊട്ടത്തരായേക്കാം, പക്ഷെ എന്നാലും ചർച്ചയ്ക്ക് വെക്കണം. ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ അബ്ദുള്ളക്കുട്ടി, താങ്കൾ ഇക്കാര്യത്തിൽ പരിസ്ഥിതിവാദികളുമായിട്ടൊരു സംവാദത്തിന് തയ്യാറാണ്? തീർച്ചയായും. ഞാനിവിടെ എറണാകുളത്ത് പോയപ്പോൾ അവിടുത്തെ തീവ്ര നമ്മുടെ ഹരീഷ് വാസുദേവന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിസ്ഥിതി സംഘമായിട്ടുള്ള ചർച്ചയിൽ ഞാൻ ഈ ആശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ തെറി പറഞ്ഞു. പക്ഷെ പലരും പറഞ്ഞ് യുക്തിഭദ്രമാണ് അബ്ദുള്ളക്കുട്ടിയുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞു. സത്യമുണ്ടോ ഇതിൽ യുക്തിയുണ്ടോ എന്ന് വിദഗ്ധ തീരുമാനിക്കട്ടെ. ഈ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പരിസ്ഥിതിവാദം പറയുന്നവർ പോലും അബ്ദുള്ളക്കുട്ടിയുടെ യുക്തി അംഗീകരിക്കുന്നുണ്ട്. അല്ല, ഞാൻ യുക്തി ഉണ്ട്, ഞാൻ പറയുന്നത് സത്യമുണ്ടോ എന്ന് എനിക്കെന്നെ അറിയാം. അല്ല, അവര് താങ്കളെ വെല്ലുവിളിക്കുന്നു. ചിലപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്താ പറയാ, അവര് താങ്കളെ അബ്ദുള്ളക്കുട്ടി പരസ്യമായിട്ടൊരു സംവാദത്തിന് തയ്യാറാവട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ തയ്യാറാവും? തീർച്ചയായും. ഇന്നത്തെ സംവാദം വേണം. ഇത്തരം ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് ആരോഗ്യകരമായ സംവാദം നമുക്ക് വേണ്ടത്. പക്ഷെ കേരളത്തിലെ മീഡിയ നിർഭാഗ്യവശാൽ വിവാദങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നത്. ആരെയും വാദിച്ച് തോൽപ്പിക്കാനില്ല, വാദിച്ച് ജയിക്കാനില്ല. നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ വസ്തുതകൾ വിലയിരുത്താൻ ആശയങ്ങൾ വേണമെങ്കിൽ ഇതുപോലത്തെ ചർച്ചകൾ ഉണ്ടാവും. എന്റെ ആശയം ശരിയാണെന്നില്ല, പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം മണൽ എടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, മണൽ എടുക്കാൻ ഞാൻ പ്രളയം. എന്നാലും നമ്മൾ പറഞ്ഞു വന്നത് ജസീറയുടെ കാര്യമാണ്. ജസീറയുടെ പറഞ്ഞ അനുഭവത്തില് ജസീറ ഒരു ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി, അബ്ദുള്ളക്കുട്ടി ഇനി എവിടെ മത്സരിച്ചാലും ജസീറ അവിടെ മത്സരിക്കും. താങ്കൾ ഭയമുണ്ടോ ജസീറ അവിടെ മത്സരിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ജസീറക്കെതിരെ ജസീറ മത്സരിക്കുന്നുള്ളതുകൊണ്ട് അടുത്ത തവണ കണ്ണൂർ മണ്ഡലത്തിൽ നിൽക്കുന്നില്ല? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കുറെ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും മത്സരിച്ചു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ കാലുമാറ്റക്കാരനാണെന്ന് നിങ്ങൾ പറയും, പക്ഷെ ഞാൻ കാഴ്ചപ്പാട് മാറിയത്. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം, കഴിഞ്ഞ എന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് NDF അവര് SDP എനിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട്. അവരുടെ കേരളത്തിലെ പ്രവർത്തകർ മുഴുവൻ കണ്ണൂർ വന്നു വീട് വീടാന്തരം പ്രവർത്തിച്ചതാണ്. അപ്പം അത് ആര് പ്രവർത്തിച്ചാലും തെരഞ്ഞെടുപ്പിൽ ആരോഗ്യകരമായി ആ മത്സരത്തെ കാണുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കില്ല, കാരണം അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഒരു മത്സരത്തിൽ നമ്മളെ ഒരുപാട് ആളുകൾ എതിർക്കാനുണ്ടാവും. CPM മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDP എതിർത്തിരുന്നു, ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലേക്ക് വോട്ട് ചെയ്തിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇവരെല്ലാം എതിർപ്പ് അതിജീവിച്ചിട്ടാണ് പലപ്പോഴും ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആര് എതിർത്താലും ആ എതിർപ്പിനെ ജനാധിപത്യത്തിൽ നമ്മൾ കാണണം. താൻ മത്സര രംഗത്തുണ്ടെങ്കിൽ ജസീറയുടെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യും. നിങ്ങളെ മറുപടി അറിയിക്കാത്തൊരു ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും എനിക്ക് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണലുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഈ മണലിന് വേണ്ടി വാദിക്കുമ്പോൾ പലപ്പോഴും പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നത് താങ്കളെ മണൽ മാഫിയയുടെ ആൾക്കാരെ ഒരു എന്താ പറയാ മണൽ മാഫിയയുടെ ആളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ 4 പേര് ഈ പാതക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ ഈ രാജ്യത്തെ വലിയ പിന്നെ BOT കോൺട്രാക്ടർമാരുടെ ആളാണ് എത്രയോ കാലമായി എനിക്ക് പറയുന്നത്. നിങ്ങൾ എന്റെ കാറ് കണ്ടിട്ടുണ്ട്, കോളിസ് ആണ്. നിങ്ങളെന്നാ പിന്നെ ആരോടും പറഞ്ഞിട്ട് കോളിസ് ഒന്നും മാറ്റില്ല. മാറ്റാനുള്ള പരിസ്ഥിതി അല്ല ഞാനുള്ളത്.
പിന്നെ ഇപ്പം മണലിന്റെ കാര്യം വിഷയം ഞാൻ മണൽ മാഫിയകളാണെന്ന് പറയും. സത്യത്തിൽ പിന്നെ ഒരു 10-30 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം ഇതുവരെ സാമ്പത്തിക ആരോപണമൊന്നും എനിക്കെതിരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മാഫിയന്റെ ആളല്ല. VS-ന്റെ ഭാഷ പറഞ്ഞ വെറുക്കപ്പെട്ട പണക്കാർ വെച്ച് ഞാനും ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, അത് ഒഴിവാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളായിട്ട് എനിക്ക് ബന്ധമില്ല. അത് പക്ഷെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഞാൻ പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കണമില്ല. പക്ഷെ ജനങ്ങളുടെ ധാരണ ഞാൻ ഇതിൽ ആളാണെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക ആ ധാരണ തിരുത്തണം. വളരെ നന്ദി അബ്ദുള്ളക്കുട്ടി, ഇത്രയും സമയം ഞങ്ങളോട് താങ്കൾ ഈ മാനസിക വിഷമത്തിനിടയിലും ഒരുപാട് സംസാരിച്ചതിന്, സംവദിച്ചതിന്, പ്രതികരിച്ചതിന് നന്ദി. നമസ്കാരം. കേരള ഓൺലൈൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് എന്റെ എല്ലാ ഭാവങ്ങളും താങ്ക് യു.